ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ തൃപ്പൂണിത്തുറയുടെ MLA ശ്രീ ദീപക് ജോയ്, നമ്മുടെ മന്ത്രി ബഹുമാന്യനായ ശ്രീ അനൂപ് ജേക്കബ്, പ്രിയപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, പ്രിയങ്കരനായ ശ്രീ ജഗദീഷ് ഏട്ടൻ, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് PL ബാബു, മറ്റ് ബഹുമാന്യരായ വേദിയിലും സദസ്സിലിരിക്കുന്ന സംഘാടകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ വേദി ഗ്രഹാതുരത്വം നിറഞ്ഞ സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന ഒരവസരം കൂടിയാണ്. ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളെപ്പോലെ വന്ന് അത്തച്ചമയം നിരീക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. നെട്ടൂരിൽ നിന്നും തൃപ്പൂണിത്തുറ വരെ അത്തച്ചമയം കാണാൻ നടന്നു വന്നിട്ടുണ്ട്, ബസ്സിൽ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി വലുതായപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ട്. എല്ലാ അത്തച്ചമയ ആഘോഷങ്ങളും അതിൻ്റെ സാംസ്കാരിക ഘോഷയാത്രയും തുടങ്ങി അവസാനിക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ രസകരമായ മനോഹരമായ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. നമുക്കറിയാം, തൃപ്പൂണിത്തുറയ്ക്കും അത്തച്ചമയത്തിനും ഒരു രാജകീയമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണ് അത്തച്ചമയം ഘോഷയാത്രയെ അന്വേഷിച്ച് നമ്മൾ പോയാൽ കാണാൻ കഴിയുന്നത്. കൊച്ചി രാജാവ് ആടയാഭരണങ്ങളും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച് ജനങ്ങളെ കാണാനിറങ്ങുന്ന, സമയത്തോടുകൂടി ഇറങ്ങുന്ന ഒന്നായിരുന്നു ആ ഘോഷയാത്ര. അതിന് പല ചരിത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, തൃക്കാക്കര ക്ഷേത്രത്തിലെ അവിടുത്തെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ തർക്കം വന്നപ്പോൾ, പണ്ട് തർക്കം തീർത്തിരുന്നത് യുദ്ധം ചെയ്താണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പറമ്പിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ തിരുവിതാംകൂറിനെ പരാജയപ്പെടുത്തി കൊച്ചി വിജയിച്ചപ്പോൾ ആ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം നടത്താനുള്ള അവകാശം അത് കൊച്ചി രാജ്യത്തിന് കിട്ടിയതിൻ്റെ സന്തോഷമായി തുടങ്ങിയതാണ് അത്തച്ചമയം എന്നൊരു വേർഷനുണ്ട്. മറ്റൊന്ന്, കൊച്ചി രാജാവ് കാൽനടയായി അത്തനാളിൽ തൃക്കാക്കര അപ്പനെ സന്ദർശിക്കാൻ പോവുമായിരുന്നു. പിന്നീട് ചില തർക്കങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വന്നതോടുകൂടി അത് നടക്കാതെ പോയപ്പോൾ അതിന് പകരമായി ചമയ ആഘോഷങ്ങളോടുകൂടി വന്ന് തൃക്കാക്കരയപ്പനെ തൃപ്പൂണിത്തുറയിൽ വെച്ച് രാജാവ് വന്ദിക്കുന്നതാണ് അത്താഘോഷങ്ങൾ എന്നുള്ള ചരിത്ര വ്യാഖ്യാനവും വന്നു. എന്തായാലും വർഷങ്ങളായി ഇടയ്ക്കൊന്ന് മുടങ്ങിയെങ്കിലും പിന്നീട് 61 വീണ്ടും ഇത് ആരംഭിച്ച് വളരെ ഭംഗിയായി കൊണ്ടുപോവുകയാണ് അത്തച്ചമയ ആഘോഷങ്ങൾ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ തുടക്കകാലം മുതൽ ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ആ ഒരുമ വിളിച്ചോതുന്ന ഒന്നുകൂടിയായിരുന്നു. രാജാവ് തുടങ്ങിയ കാലത്ത് തന്നെ മുസ്ലിം പ്രതിനിധിയായി നെട്ടൂരിലെ തങ്ങൾ, ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിനിധി, അതുപോലെ നമ്മുടെ കരിങ്ങാച്ചിറ കത്തനാർ, അതിൻ്റെ പ്രതിനിധി ഇവിടെയുണ്ട്. ചെമ്പിൽ അരയൻ, കൊച്ചി രാജ്യത്തിൻ്റെ നാവികസേനാ തലവനായിരുന്നു ചെമ്പിൽ അരയൻ, ധീവര സഭയെല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ചെമ്പിൽ അരയൻ, അവരെല്ലാം ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറവും കൊച്ചി രാജ്യവും ഈ തൃപ്പൂണിത്തുറയും മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു നാടാണ്. എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയെ നമുക്ക് ഒരു ചരിത്ര നഗരമാക്കി, ഒരു പൈതൃക നഗരമാക്കി ഉയർത്തിക്കൊണ്ടുവരാം. തൃപ്പൂണിത്തുറയ്ക്ക് ആ പൈതൃകമുണ്ട്, രാജകീയ പൈതൃകമുണ്ട്, കലയുടെ പൈതൃകമുണ്ട്, അനുഷ്ഠാന കലകളുടെ പൈതൃകമുണ്ട്. ഇവിടെ ഒരു പൈതൃക നഗരമാക്കി മാറ്റണം. സത്യത്തിൽ നിരവധി കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നിരവധി കൊട്ടാരങ്ങൾ, എനിക്ക് തോന്നുന്നു 50-ലേറെ കൊട്ടാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ലോകത്തൊരു രാജ്യത്തും ഇത്തരം കൊട്ടാരങ്ങൾ തകർത്ത് കളയില്ല. നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയാൽ 10-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്ന ചരിത്ര സ്മാരകങ്ങളെ അവർ സംരക്ഷിക്കും, അവരതിനെ തകർത്ത് കളയില്ല. പക്ഷെ ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിരവധി കൊട്ടാരങ്ങളും
പഴയ ചരിത്ര സ്മാരകങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ വിനയപൂർവമായ അഭിപ്രായം അതെല്ലാം സംരക്ഷിക്കപ്പെടണം. അതൊരു പൈതൃക നഗരമായാൽ അതെല്ലാം സംരക്ഷിക്കപ്പെടും. അതുപോലെ ഇവിടെ വനിതാ കഥകളി സംഘം 50 വർഷം പൂർത്തിയാക്കിയ അനുഷ്ഠാന കഥകളിയുടെ ഒക്കെയാണ്. ഞാൻ ആദ്യമായി കഥകളി കാണുന്നത് പൂർണ്ണത്ര ഈശ്വരൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും കഥകളി ഉണ്ടാവും. അങ്ങനെയാണ് കഥകളിയിലെ കഥകളി അറിയില്ല, പക്ഷെ കഥ അറിഞ്ഞുകൊണ്ട് കഥകളി കാണാൻ ഇവിടെയാണ് വന്നിരുന്നത്. ഇതിൻ്റെ എല്ലാം കേന്ദ്രം തൃപ്പൂണിത്തുറയായിരുന്നു. തൃപ്പൂണിത്തുറയെ ആ പഴകിയ രാജകീയ പ്രൗഢിയിലേക്ക്, ആ പാരമ്പര്യത്തിലേക്ക് അതിനെ നിലനിർത്തുന്നത്. ഇതാണിപ്പോൾ ലോകം മുഴുവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്നത്. ഞാൻ MLA ആയി 2001 ചെല്ലുമ്പോൾ പറവൂരിനൊരു ബന്ധം കൂടിയുണ്ട് തൃപ്പൂണിത്തുറയിൽ. എന്താ കാര്യം? കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ നാട് പറവൂരിലെ ചേന്നമംഗലത്താണ്, അല്ലേ? അതാണ് കൊച്ചിയും പറവൂരും തമ്മിലുള്ള ബന്ധം. പിന്നെ കൊച്ചി തിരുവിതാംകൂറിൻ്റെ അതിർത്തിയാണ്. പറവൂര് ചെന്നാൽ നിങ്ങൾക്ക് കൊതിക്കല്ല് കാണാം. കൊതിക്കല്ല് എന്താ? കൊതിക്കല്ല് മറ്റേ കൊതിയല്ല, നമ്മുടെ കൊതിയല്ല. കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയുടെ കല്ലാണ് കൊതിക്കല്ലെന്ന് പറയുന്നത്. പറവൂരിൽ പല സ്ഥലത്തും ഉണ്ട്. കൊച്ചിയും തിരുവിതാംകൂർ. പണ്ട് കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് നാട് കടത്തിയിരുന്നത് ചേന്നമംഗലത്തെ തോടിൻ്റെ അപ്പുറത്തേക്ക് കടത്തിവിടല. മനസ്സിലായി? ചെറിയ തോട് കടത്തിവിട്ട് നാട് കടത്തലായി. അന്ന് ഞാൻ ചെല്ലുമ്പോൾ പാലിയത്തച്ഛന് ഡച്ചുകാർ പണിതു കൊടുത്ത ഡച്ച് മാതൃകയിലുള്ള ഒരു മനോഹരമായ പാലസ് ഉണ്ട്. അത് ഇടിഞ്ഞു കഴിഞ്ഞ് വീഴാറായി കിടക്കുകയാണ്. നിങ്ങളൊപ്പം ഒന്ന് പോയി കാണണം. അത് ഞങ്ങൾ സംരക്ഷിച്ചു. പാലിയത്തച്ഛൻ്റെ ഡച്ച് പാലസ് സർക്കാരിനെ കൊണ്ട് സംരക്ഷിച്ചു. മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായി ആ രാജകീയ കൊട്ടാരം, ഡച്ച് കൊട്ടാരം, ഡച്ചുകാര് ഏത് നൂറ്റാണ്ടിലാണ് ഇവിടെ വന്നത്? ആ നൂറ്റാണ്ടിൽ അവരുണ്ടാക്കിയ ഡച്ച് കൊട്ടാരം ഇന്ന് മ്യൂസിയമാണ്. പാലിയത്തച്ഛൻ്റെ നാലുകെട്ട് തകർന്നു പോകുമായിരുന്നു, പക്ഷെ പാലിയത്തച്ഛൻ്റെ നാലുകെട്ടും ഊട്ടുപുരയും എല്ലാം ഇപ്പോൾ പൈതൃക സ്മാരകങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പൈതൃക സ്മാരകങ്ങളെയും തകർക്കാതെ ഈ പൈതൃക പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട MP യോടും MLA യോടും മുനിസിപ്പൽ ഭരണസമിതിയോടും എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ കൂട്ടായി നിന്ന് നിങ്ങൾ അതിനെ ഏറ്റവും നല്ല ഒരു എക്സ്പേർട്ടിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിങ്ങളത് പഠിച്ച് തയ്യാറാക്കി നിങ്ങൾ എല്ലാവരും ചേർന്ന്, രാഷ്ട്രീയമൊന്നും കലർത്തരുത്, ആവശ്യമില്ലാത്ത രാഷ്ട്രീയമൊന്നും വലിച്ചിറക്കരുത്, എല്ലാവരും കൂടി ചേർന്ന്, മന്ത്രിയുണ്ട്, അനൂപ് ജേക്കബുണ്ട്, ഒരു നല്ല പ്രപ്പോസൽ തയ്യാറാക്കിയാൽ തൃപ്പൂണിത്തുറയെ പൈതൃക നഗരമാക്കി ഇതിൻ്റെ മുഴുവൻ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങട്ടെ. ഈ അത്തച്ചമയ ആഘോഷങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നമ്മളെന്നും ഹൃദയത്തിലേറ്റണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തച്ചമയ ഘോഷയാത്ര അതോട് അനുബന്ധിച്ചുള്ള ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ അഡ്വക്കേറ്റ് VD സതീശൻ അവർകൾ, അങ്ങയുടെ നല്ല വാക്കുകൾക്ക്, അങ്ങ് പകർന്നു തന്ന അറിവുകൾക്ക്, സ്നേഹ സന്ദേശത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അങ്ങയെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ വിശിഷ്ടാതിഥി പ്രശസ്ത സിനിമാ താരം ശ്രീ